ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 31 ഡേ 30. യാ അപ്പോൾ ഇന്ന് ഒരു തൊപ്പി ടാസ്ക് നടന്നു. അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് പറയാനുണ്ട്. വഴിയേ നമുക്ക് ഈ ഒരു എപ്പിസോഡിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് തൊപ്പി ടാസ്കിലേക്ക് വരാം. രാവിലെ തന്നെ ആസ് യൂഷ്വൽ കിച്ചണിൽ അടിപൊട്ടിയിരിക്കുകയാണ്. കിച്ചൺ അടിയുടെ ദ മെയിൻ കോർ, ദ എസൻസ്, എവിടെയുണ്ട് അനുമോൾ അവിടെയുണ്ടടി എന്ന് പറഞ്ഞ പോലെയാണ് പേഴ്സൺ ബിഗ് ബോസിന്റെ തീം. അനുമോൾ എവിടെ ഉണ്ടോ അവിടെ പൊട്ടിയിരിക്കും അടി. ദ കണ്ടന്റ് കിങ് അല്ലേ, ഈ സീസണിലെ കണ്ടന്റ് കിങ്, കണ്ടന്റ് മേക്കർ അനുമോൾ. അപ്പൊ അനുമോള് അനുമോൾക്ക് ഒരു കപ്പ് വീണ്ടും ഓപ്പൺ ആക്കിയിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ദ കണ്ടന്റ് കിങ് അനുമോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഫുഡ് ഒന്ന് റെസ്ട്രിക്ട് ചെയ്യണം എന്നുള്ളൊരു സാധനം നൈസായിട്ട് അവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്തു. അത് ലക്ഷ്മി എന്ത് ചെയ്തു, ദേവലക്ഷ്മി കുറച്ച് എന്താ പറയാ, വേദലക്ഷ്മി, സോറി ഞാൻ എന്താ പേര് പറഞ്ഞത്, ദേവലക്ഷ്മി സോറി. അപ്പോൾ UK ലക്ഷ്മി അതെന്ത് ചെയ്തു, അവര് ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ് അല്ലേ, കിച്ചണില് കറക്റ്റ് സമയത്ത് എത്തണം. അതിന്റെ പേരിൽ നല്ല ഊക്ക് മേടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ദിവസം തന്നെ കിച്ചണിൽ ചെറി ചൊറിഞ്ഞു, പിന്നെ കിച്ചണിൽ അങ്ങോട്ട് തിരിച്ച് ചൊറി കെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ലാസ്റ്റ് ഇപ്പൊ കിച്ചണിൽ പോയിട്ട് ബാത്റൂമിൽ പോകേണ്ട അവസ്ഥയായി UK ലക്ഷ്മിക്ക്. അപ്പൊ എന്താണെങ്കിലും രാവിലെ വെള്ളം പോലെ ഒരു സാമ്പാർ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ 2 കുട്ടി ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കോർ റീസൺ ഇവരോട് ചോദിക്കുമ്പോൾ പറയുന്നത്, നമ്മുടെ എന്താ പറയാ, മനസ്സലിവുള്ള വിശാല മനസ്കയായ, എന്താ എല്ലാവർക്കും വാരിക്കോരി ഭക്ഷണം കൊടുക്കാൻ സ്നേഹവും കെയറും ഒക്കെ കൊടുക്കുന്ന ആ ബിഗ് ബോസ് വീട്ടിലെ, ആ ബിഗ് ബോസ് തറവാട്ടിലെ തമ്പുരാട്ടിയായ അനുമോൾ തമ്പുരാട്ടിക്ക് ഇപ്പൊ എത്ര കഴിച്ചാൽ മതി, പ്രജകൾ എത്ര തിന്നാ മതി എന്നുള്ള കൂലിയും പണിയൊന്നും ചെയ്യണമെന്നില്ലല്ലോ, മേലനങ്ങണമെന്നില്ലല്ലോ. ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യൂ, ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യട്ടെ. കമോൺ. ഇവിടെ ആരും വലിയ കൂലിപ്പണിയൊന്നും ചെയ്യുന്നില്ല, ചുമടെടുക്കുന്നില്ല, ചുമ്മാ അവിടെ എവിടെയും കയറി AC വീട്ടിൽ കയറി ഇരിക്കുവാണ്. വേറെ ഒന്നുമില്ല. 2 ദോശ മതി, ഒരു ദോശ മതി നമുക്ക് വയറ് നിറയാനായിട്ട്. ഒരു ദോശ മതി വയറ് നിറയാനായിട്ട്, പണിയൊന്നും എടുക്കുന്നില്ലല്ലോ എന്നാണ് ഞാൻ കണ്ടതിൽ വെച്ച്. ആ വീട്ടിൽ ഒരു പണി എടുക്കാത്തത് അനുമോളാണ്. എന്തെങ്കിലും പണി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അലമ്പുണ്ടാക്കി കച്ചറ ഉണ്ടാക്കിയിട്ട് ഞാൻ തെറ്റി കോല് മുറിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പാവേനെയും പിടിച്ച് മാറിയിരിക്കും. ആ പാവ കൂടോത്രമാണോ എന്ന് വരെ ഇപ്പൊ ചർച്ച നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അത് എന്നിട്ട് അനുമോളുടെ PR തന്നെ സ്റ്റോറി ആയിട്ട് എടുത്തിട്ടിട്ടുണ്ട്. അതൊരു സൈഡിൽ വേറെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അന്ധവിശ്വാസം ഉണ്ട്, ഇതൊന്നും അമ്മയ്ക്ക് അങ്ങനെ ഒരു ഐറ്റം ഒന്നും കൊണ്ടു ചെന്നിട്ട് അവിടെ അല്ലേ, അത് ചെയ്യാൻ പറ്റുന്നില്ല. അത് ചുമ്മാ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയാ കോൺസ്പിറസീസ് അടിച്ചിറക്കാം. അതൊക്കെ അത് മോശമാണ് അല്ലേ, അതൊരാള് മോശം സാധനമാണ്. ഓക്കെ, പ്രാക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അനുമോള് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പാനിക്ക് ഇതിനിടയിൽ മറ്റേ അനുമോള് കാലിൽ തൊട്ട സമയത്ത് അതെന്തോ കൂടോത്രാണോ എന്ന് വിചാരിച്ച് അപ്പാനി കുറച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ സാധനത്തിന്റെ മുകളിൽ നിന്നൊക്കെ വന്നതായിരിക്കാം ചിലപ്പോൾ പാവ കൂടോത്രം സാധനമൊക്കെ. അതൊന്നും ഞാൻ എൻഡോസ് ചെയ്യുന്നില്ല പേഴ്സണലി. പക്ഷെ ഈ ഒരു അടീന്റെ കോറ് അനുമോൾ ഇപ്പോൾ ബേസിക്കലി ബിഗ് ബോസ് വീടിനകത്ത് ലാലേട്ട എപ്പിസോഡ് വരുന്ന സമയത്ത് അവർക്ക് ആ ഡേയിൽ രാവിലെ ഉച്ചയ്ക്കും രാത്രിയും നമുക്ക് ഫുഡ് തരും. മെയിനായിട്ട് എന്താ ചെയ്യുക, ഈ ഫുഡ് നമ്മൾ നെക്സ്റ്റ് ദിവസത്തേക്ക് മാറ്റി വെക്കും. പ്ലേറ്റ് ഒക്കെ അവർ കൊണ്ടുപോകും, വന്ന വെസൽസ് ഒക്കെ അവർ കൊണ്ടുപോയാലും നമ്മൾ നമ്മളെ വീട്ടിലുള്ള ബാക്കി ഇതിക്ക് ചോറ് സാധനങ്ങൾ, അതായത് പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കും. എന്നിട്ട് ആ ദിവസം ഉച്ചയ്ക്കും രാവിലെയും, അതായത് ലാലേട്ടന്റെ എപ്പിസോഡ് നടക്കുന്ന ദിവസത്തെ ഫുഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെരി നെക്സ്റ്റ് ഡേ എടുക്കാം. അപ്പൊ പിന്നെ റേഷൻ, ആ നെക്സ്റ്റ് ഡേത്തെ റേഷൻ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഹോൾഡ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് അടുത്ത ദിവസത്തേക്കും ചെയ്യാം. അപ്പൊ ഒരു വീക്കിന്റെ തുടക്കം ആവുമ്പോ നമുക്ക് ഇനഫ് റേഷൻ അവിടെ ഉണ്ടാവും, ഓടിക്കാനുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട്. ആകെ ആ വീട്ടിൽ കുറയുകയാണെങ്കിൽ കുറയുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര, ഓയിൽ. ഈ പഞ്ചസാരയും ഓയിലുമാണ് അവിടെ ഏറ്റവും സീന്. ആട്ടൊക്കെ ഇനഫ്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം, ഇവരിപ്പോൾ പണിപ്പുര ടാസ്ക് നടത്തിയിട്ട് ഇവർക്ക് ഫുഡ് കിട്ടുന്നു, അല്ലെങ്കിൽ ഫുഡ് റെസ്ട്രിക്റ്റഡ് ആണ്, എല്ലാം ഉണ്ട്. പക്ഷെ ബിഗ് ബോസ് അത്ര കണ്ണിച്ചോരില്ലാത്തവനല്ല. നമ്മൾ ചിലപ്പോൾ വീഡിയോയിലോ ലൈവിലോ കാണുന്നുണ്ടാവില്ല, കൃത്യമായിട്ട് ആ വീട്ടിൽ കഴിയുന്ന സാധനങ്ങൾ ഇവരങ്ങനെ പട്ടിണിക്ക് ഇടുന്നില്ല. ബിഗ് ബോസ് ആട്ട കഴിഞ്ഞാൽ കൃത്യമായി ആട്ട കൊടുക്കും. ഓക്കെ, ആ ജീവിച്ചു പോകാനുള്ള തട്ടുമുട്ട് സാധനങ്ങൾ, എണ്ണ കഴിഞ്ഞാൽ എണ്ണ കൊടുക്കും, സർവൈവ് ചെയ്യാനുള്ള ഫുഡ് കൊടുക്കും. ചിലപ്പോ ഉപ്പോ പഞ്ചസാരയോ കിട്ടിയില്ല എന്ന് വരും, അത്രേ ഉള്ളൂ. അത് മനഃപൂർവ്വം ഞങ്ങള് വീക്കിൽ ഉപ്പില്ലാതെയാണ് നമ്മള് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ചെറിയ സാധനങ്ങളൊക്കെ മൂപ്പര് ചെയ്യാറുണ്ടെങ്കിലും റിക്വസ്റ്റ് ചെയ്ത സാധനങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പൊ ഇത്രത്തോളം ഒരു റെസ്ട്രിക്ഷനിൽ സാധനങ്ങൾ പിടിക്കണോ എന്നുള്ളതില്ല. ഇത് അനുമോളുടെ വാശിയാണ്. കാരണം എപ്പോഴോ ഒരിക്കലും ഇവര് പറഞ്ഞിട്ടുണ്ട് അനുമോൾ ഉണ്ടാക്കുന്ന ഫുഡ് മോശമാണ് അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു ആസ്പെക്ട് ആരോ പറഞ്ഞതിന് അന്ന് മുതൽ അനുമോൾ ഇത് മനസ്സിൽ വെച്ച് നടക്കുകയാണ്. ആരെന്ത് ചോദിച്ചാലും പറയുന്നത് നീ അല്ലേ അന്ന് എന്റെ ഫുഡ് മോശമെന്ന് പറഞ്ഞ. ഇപ്പൊ റെനേനായിട്ട് അന്നടി ഉണ്ടാക്കിയപ്പോഴും അതേ പോയിന്റ് എടുത്തിട്ടു. ഇത് ഇവള് ഉള്ള സമയത്ത്, കിച്ചണിലുള്ള സമയത്ത് കുറെ ലേറ്റ് ആയിട്ടും, നല്ല ഫുഡ് ഉണ്ടാക്കിയാലും ലേറ്റ് ആയിട്ടാണ് ഫുഡ് ഉണ്ടാക്കണമെന്നുള്ള കാര്യത്തിന്റെ മുകളിൽ കുറെ പേര് കച്ചറ ഉണ്ടാക്കിയപ്പോൾ
അനുമോക്ക് എന്താണ് ബേസിക്കലി, അനുമോക്ക് റെസ്പെക്ട് വേണം. അനുമോള് ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാവരും കൈയടിക്കണം. അങ്ങനെ ആയില്ലെങ്കിൽ അനുമോൾ ആ റെസ്പെക്ട് എന്ത് ചെയ്യില്ല. മനസ്സിലായോ? അനുമോള് ഒരാളെയും പിന്നെ ഒരു രീതിയിലും റെസ്പെക്ട്. ഒരു ഫുഡ് ഉണ്ടാക്കുന്ന പോലെയാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്. ഒരാള് കയ്യിൽ ഭക്ഷണം ഇങ്ങനെ പ്ലേറ്റ് വന്നിട്ട് ആട്ടി വിട്ട് കഴിഞ്ഞാൽ ആരാണെങ്കിലും ഭക്ഷണം കഴിക്കില്ല. മനസ്സിലായില്ലേ? ഇതിന് മുമ്പും റൈനയുടെ കേസിലൊക്കെ അങ്ങനെ തന്നെയാണ് അനുമോള് ബിഹേവ് ചെയ്തിട്ടുള്ളത്. അത് വളരെ മോശം പരിപാടിയാണ്. അനുമോള് പറഞ്ഞില്ലേ, ഞാൻ എല്ലാവർക്കും ഔദാര്യം ചെയ്ത് കൊടുത്തു. അതായത് ഞാൻ ആദ്യം തന്നെ എല്ലാവർക്കും 3-4 സ്വയം പ്രേക്ഷകർക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഞാൻ എന്തോ വലിയ കർമ്മം അവിടെ ചെയ്തിട്ടുണ്ട്, ഞാൻ അവരെ ശീലിപ്പിച്ചത് കൊണ്ടാണ്. അതൊന്നുമല്ല. അവിടെ ആ ദോശന്റെ വലുപ്പം കുറഞ്ഞു എന്നുള്ളത് ആദില്, നോറയും, വേദലക്ഷ്മിയും സമ്മതിക്കുന്നുണ്ട്. കറി ഉണ്ടാക്കിയത് ലൂസായിട്ടൊരു, അതാണ് അവര് കണ്ടെന്നറിയാം, ഒന്നുകിൽ ദോശ തരിക അല്ലെങ്കിൽ കറി നന്നാക്കുക. ഇത് രണ്ടും ഇല്ലാന്ന് പറയുന്നത്. എന്നിട്ട് അത് പിന്നീന്റെ തലയിലിടാൻ നോക്കി. ഏത് നീ ഉള്ളപ്പോ 2 ദോശ, 2 വലിയ ദോശയെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് സീനില്ല. പിന്നെ അനുമോള് പറയുന്നത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്കറിയാം. ഒരു ദോശ കഴിച്ചാൽ വയറെന്നറിയില്ലേ? അനുമോക്ക് നിറയും. അവിടെയുള്ള ബാക്കിയുള്ള സൈസ് നോക്ക്. അവരൊക്കെ നല്ല ബിൽഡാണ്. അവര് നല്ല ബിൽഡാണ്. അത്രയും ബിൽഡുള്ള ആൾക്കാർക്ക് നല്ല ഭക്ഷണം വേണ്ടി വരും. ഇനി ബിൽഡ് ഇല്ലെങ്കിലും ഇപ്പൊ ഞങ്ങളെ സീസണില് നോറ നല്ല, ഇപ്പൊ ഞാനും ജിൻഡൊക്കെ കഴിക്കണേക്കാൾ ഇരട്ടി ഫുഡ് ആര് കഴിക്കും? നോറ കഴിക്കും. അപ്പൊ അത്രയും ഫുഡ് കഴിക്കുന്നവരുണ്ടാവും അവിടെ. പിന്നെ ചില സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ വരുമ്പോ അവരെന്ത് ചെയ്യും? ഒന്ന് കൺട്രോൾ ചെയ്യും. ഞാൻ കൺട്രോൾ ചെയ്തു, അങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യും. ബട്ട് സ്റ്റിൽ സർവൈവ് ചെയ്യാനുള്ള ഒരു ഭക്ഷണം ഒരാൾക്ക് കൊടുക്കുന്നതിലും വാശി കാണിച്ച് അവിടുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി മാറിപ്പോയിരുന്നു പിന്നെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുക്കുമ്പോൾ ഇന്നൊന്നടങ്കം അവിടെ ഉള്ള ആൾക്കാർ പറയുന്നുണ്ട് എന്ത് ഇത് മോശമാണ്. അത് അനുമോള് ആദിലിനോട് പറഞ്ഞു കൊടുക്കാണ്, ഞാൻ അത് ചെയ്ത് കൊടുത്തു, നീ അടിണ്ടായിക്കോട്ടെ അതിന്റെ ഇടയ്ക്ക് പറയാ. അതെ, അതിന്റെ പേരിൽ ഇന്ന് ആദിലേക്ക് മനസ്സിലായി എന്ത് അനുമോള് വിഷയമാണ്, സീനാണ്. നിങ്ങൾ ഈ അനുമോളുടെ ഒരു റൂട്ട് നോക്ക്. നിങ്ങള് അനുമോളിന്റെ ഒപ്പം നിന്ന ശൈത്യ പിന്നെന്ന് കുത്തി, ഇപ്പൊ ആദില നോറ പിന്നെന്ന് പണിഞ്ഞു, നാളെ മസ്താനിയും പണിയും. ഞാൻ ഒരു കാര്യം പറയാലോ, ഫോർ ദി അനുമോൾ PR-ന്റെ ഒരു ഇതിനാണ് പറയുന്നത്. അനുമോൾ സത്യം പറഞ്ഞ ഇവരുടെയൊക്കെ പപ്പറ്റാണ് അവിടെ. ആദ്യം ശൈത്യന്റെ പാവയായിരുന്നു, പിന്നെ അത് ആദിലയുടെ പാവയായി, ഇപ്പൊ മസ്താനിയുടെ പാവയാണ്. ഇത്രയേ ഉള്ളൂ അനുമോൾ ഇവരൊക്കെ പോയി തിരിക്കുമ്പോൾ അതിനനുസരിച്ച് ചാടിക്കളിച്ച് പാവയായിട്ട് അവര് പറയുന്ന വിഷവും തലയിൽ കയറ്റി വെച്ച് അതിനനുസരിച്ച് അത് പറയും. ലാസ്റ്റ് ലാലേട്ടന്റെ എപ്പിസോഡിൽ ഇവള് നീച്ച് നിന്നിട്ട് അല്ലേ എന്ന് പറഞ്ഞ് തിരിഞ്ഞു ഒരു മനുഷ്യ സപ്പോർട്ട് ചെയ്യാണ്ടാവില്ല. ഇത് ബേസിക്കലി അനുമോള് മണ്ടത്തിയാണ്, സത്യത്തിൽ മണ്ടത്തിയാണ്. കുറച്ച് കുലസ്ത്രീയാണ്, ഒപ്പം നല്ല മണ്ടത്തരവും ഉണ്ട്. അതുകൊണ്ട് അല്ല ബേസിക്കലി അവരുടെ നേച്ചർ അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് സത്യം പറയുന്നത് മനസ്സിലായതാ. അവർക്ക് പുറത്തുനിന്ന് കുറെ എങ്ങനെ കളിക്കണം എന്നുള്ളതിന്റെ ഒരു PR കിട്ടിയതിന്റെ മുകളിൽ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഒരു അങ്ങോട്ടോ വേരിയേഷൻസിന് അവർ നിൽക്കുന്നില്ല. രണ്ടാമത് അവരുടെ ഒരു ബേസിക് ക്യാരക്ടർ അവർക്ക് വിടാൻ പറ്റുന്നില്ല. മൂന്നാമത് ആരും ഒന്ന് എന്ത് പറഞ്ഞാലും അതെടുത്ത് തലയിൽ വെച്ചിട്ട് അവരായിട്ട് പോയി ഒട്ടി അവര് പറയുന്ന സാധനങ്ങളെ അവര് പറയുന്നത് ഇവളാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ശൈത്യ പറഞ്ഞത് കുറെ കാലം ഇവളാണ് എക്സിക്യൂട്ട് ചെയ്തത്. ശൈത്യ അപ്പുറത്ത് പോയിട്ട് കട്ടപ്പയായി, പിന്നെ ആദില കട്ടപ്പയായി, മസ്താനിയും കട്ടപ്പയാവും. മറ്റേത് പറഞ്ഞിട്ടില്ല എന്റെ വീട്ടിലത്തെ കാര്യം, ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെയല്ല, എന്റെ വീട്ടിൽ അങ്ങനെ, പിന്നെ അവസാനം ബാത്റൂം അതെന്തല്ലോ ബേസിക്കലി ഞാൻ പറഞ്ഞേ ഇവള് മാറ്റി മറിച്ചും പറയും. അതൊരു മനുഷ്യന്റെ അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഒരു മനുഷ്യൻ പറയാം, അതിലൊന്നും വിഷയമില്ല. പക്ഷെ അനുമോളെ കേസിൽ അനുമോക്ക് കുനിറ്റ്, കുശുമ്പ്, റിവഞ്ച്, ഈ സാധനങ്ങളൊക്കെ ഒരു ബേസിക് ട്രേറ്റ്സ് ഉണ്ടല്ലോ, ഒരു കുലസ്ത്രീയുടെ ബേസിക് ട്രേറ്റ്സ്, അത് മൊത്തമുള്ളൊരു ലേഡി. അവരെ കുത്തിത്തിരിപ്പ് അത് അങ്ങനെയാന്ന് മനസ്സിലായപ്പോൾ അവരെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ബാക്കിയുള്ളവർ നന്നായിട്ട് ഉപയോഗിച്ചു. ഇനി അങ്ങനെ ഉപയോഗിക്കാൻ ഇവര് നിന്നും കൊടുക്കും. ഇന്ന് മസ്താനാണെങ്കിൽ നാളെ അടുത്ത ആൾ വരുമ്പോ അടുത്ത ആളെടുത്തും പോകും. അതിലേക്ക് മനസ്സിലായി. അല്ല, ആദിലേന്റെ ഓൾറെഡി ഗെയിമാണ്. അവിടെ ഒരാളെ ഒറ്റപ്പെടാൻ അവർ സമ്മതിക്കില്ല. ആദ്യത്തെ ആഴ്ചകളിൽ അനീഷ് ഒറ്റപ്പെട്ടപ്പോ അവർ അനീഷിന്റെ പിന്നാലെ ആയിരുന്നു. പിന്നെ അത് അനുമോളാണ് ഒറ്റപ്പെടാൻ തുടങ്ങിയത് കണ്ടപ്പോ അവര് അനുമോളുടെ പിന്നാലെയായി. പക്ഷെ അത് അവരുടെ ഗെയിം. അവിടെ ആരും അവരെ ഒറ്റപ്പെടാൻ സമ്മതിച്ചിട്ടില്ല. ഇന്നേ വരെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരാൾ അവരെ ഒറ്റപ്പെടാൻ സമ്മതിച്ചിട്ടില്ല. അവരെങ്ങനെയാണെങ്കിലും ഒരാളടുത്ത് ആദിലാണെങ്കിൽ അടുത്ത ആളടുത്ത് നോറ, അങ്ങനെ അവർ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുത്തവരൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട് പോയിട്ട്. അത് അവരുടെ കളി. അപ്പോൾ ലെറ്റ്സ് സീ. അപ്പോൾ അടി അങ്ങനെ തുടങ്ങി. എനിക്കതൊരു അനുമോളുടെ ഭാഗത്തുനിന്ന് ഫുഡിന്റെ കാര്യത്തിലൊക്കെ അങ്ങനത്തെ ഒരു കടുംപിടുത്തം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് വീട്ടുകാർ ഒന്നിച്ചെന്ത് ചെയ്തത്, ആ ഒരു വെറുപ്പ് അത് മേടിച്ചു കൂട്ടുന്നത്. അത് പിന്നെ സ്ഥിരം പരിപാടിയാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിപ്പോ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയോണ്ട് ഇപ്പൊ ആരും ഇങ്ങനെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അങ്ങനെ
സംസാരം ചോദിച്ചത് ഞാൻ എന്റെ വീട്ടിൽ അല്ല അതിലേക്ക് കത്തി അതിലേക്ക് മനസ്സിലായി ഇവക്ക് നെഗായിരിക്കും. ഈ വീക്കെൻഡിൽ പ്രത്യേകിച്ച് ജിസൈലിന്റെയും ഇവളുടെയും വിഷയം ചോദിക്കുമ്പോ അതിൽ ആര് പോയി പെടും? ശൈത്യയേക്കാൾ കൂടുതൽ ആദിലും നോറിയും പോയിട്ട് അതിൽ ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ വരും. ബിക്കോസ് പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്ന അവരുടെ സെൽഫായിട്ടുള്ള ലൈഫിൽ വന്ന കുറെ ഇഷ്യൂസിന് പ്രോഗ്രഷൻ വെച്ചിട്ട് ഡിഫെൻഡ് ചെയ്തിരുന്ന ആളുകൾ അനുമോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്തെന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അതിന് ഉത്തരം ഉണ്ടാവില്ലായിരിക്കും. അതിലേക്ക് നോറയ്ക്കും പഠിപ്പിച്ചു കൊടുക്കണ്ടല്ലോ അനു. അപ്പൊ അതിന്റെ മസ്താനിക്ക് പറഞ്ഞു കൊടുക്കണ്ടല്ലോ, നീ ഇങ്ങനെ ചോദിച്ചത് ലാലേട്ട് വരുമ്പോ എന്താണുള്ള ഉത്തരം കണ്ടുപിടിക്കണം കേട്ടോന്ന്. പിന്നെ ഇന്നലെ രാത്രി ബിന്നി ഒരു കാര്യം പറഞ്ഞു എന്നോട് കുറെ പേര് എനിക്ക് സെൻഡ് ചെയ്തു. ബിന്നി അക്ബറൊക്കെ ഇരുന്നിട്ട് ആര്യന്റെ അടുത്ത്, അതായത് ഇവളുടെ ഈ ലവ് ട്രാക്ക്, ലവിന്റെ കാര്യം നീ കറക്റ്റ് ടൈമിൽ പുറത്തിടണം, എന്നിട്ട് അവളെ എന്ത് ചെയ്യണം, ഷെയിം ചെയ്യണം എന്നുള്ളൊരു സാധനം, അങ്ങനത്തെ മാനിപ്പുലേഷൻസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ബിന്നിയുടെ ഗെയിം ഈ മാനിപ്പുലേഷൻ ആണ്. അത് ബിന്നി മാനിപ്പുലേറ്റർ ആണ് അവിടെ. ബിന്നി ഇപ്പൊ കുറച്ച് പ്രാവശ്യമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. ബിന്നി മാനിപ്പുലേറ്റ് ചെയ്യും. ആ മാനിപ്പുലേഷനിൽ വീഴുന്ന വീട്ടിൽ രണ്ടാൾക്കാരേ ഉള്ളൂ. ഒന്ന് ഈ പറഞ്ഞ നമ്മൾ അനുമോളും, ഒന്ന് ഈ പറഞ്ഞ ആര്യനും. രണ്ടുപേരും ബാക്കിയുള്ളവരുടെ മാനിപ്പുലേഷനിൽ പോയി ചാടും. അവർ സെൽഫായിട്ട് തിങ്ക് ചെയ്യുന്നത് വളരെ കുറവാണ് അവർ. അതുകൊണ്ട് തന്നെ ബിന്നി മാനിപ്പുലേറ്റ് ചെയ്യും, അക്ബറും മാനിപ്പുലേറ്റ് ചെയ്യും, എല്ലാവരും ഓരോ മാനിപ്പുലേറ്റ് ചെയ്യും. അവരതിനനുസരിച്ച് പപ്പറ്റ്സ് പോലെ കളിക്കുകയും ചെയ്യും. പിന്നെ പണിപ്പുര ടാസ്ക് വന്നു. പണിപ്പുര ടാസ്ക് വന്ന സമയത്ത് ആക്ച്വലി ഞാൻ കണ്ടത് പറയാലോ, ബസർ അടിക്കുന്ന ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ജിഷിൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ റിപ്പീറ്റ് അടിച്ച് നോക്കിയിട്ടുണ്ട്. ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ജിഷിൻ വന്നിട്ടുണ്ട്. പക്ഷെ അക്ബർ പറഞ്ഞൊരു മെയിൻ പോയിന്റ് ഉണ്ട്. അക്ബർ ദ ഗെയിമർ അവിടെയാണ്. അക്ബർ പറഞ്ഞ എന്താ, ബസർ അടിക്കുന്നതിന് മുന്നേ, അല്ലാതെ ബസർ അടിച്ചിട്ട് നടുവിലോ കഴിഞ്ഞിട്ടോ അല്ല, ബസർ അടിക്കുന്നതിന് മുന്നേ. ആ പോയിന്റ് ഭയങ്കര പോയിന്റാണ്. അതിലാണ് ഗെയിം എന്തായത്, അതൊരു നല്ല ഗെയിമാണ്. പിന്നെ ബാക്കിയുള്ളവർ പറഞ്ഞു കൊടുത്തത്, അതായത് ഇത് നമ്മൾക്കുള്ള പണിയാണ്. ആ പണി നമ്മൾ എന്ത് ചെയ്യരുത്, ഇവരെ ജയിക്കാൻ സമ്മതിക്കരുത്. ഓക്കെ, അത് അവരുടെ വീട്ടുകാരുടെ കൂട്ടമായ എഫേർട്ടിന്റെ മുകളിലാണ് ഇന്നിവര് മണ്ടന്മാരായത്, പൊട്ടിപ്പോയതും. ആൻഡ് അത് പറയുമ്പോ തന്നെ ഗിസൈലിന്റെ ബ്രില്യൻസ് പറയണം. കൃത്യമായിട്ട് ആ നിവിൻ മണ്ടൻ അവിടെ നിന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് ബിഗ് ബോസ് അത് ഇങ്ങനെ വന്നു അങ്ങനെ വന്നു, നിവിൻ വന്നു, മറ്റേ അത് വന്ന് പറഞ്ഞപ്പോ കൃത്യമായിട്ട് ഗിസൈൽ അവിടെ പോയിട്ട് പറഞ്ഞു നിവിനോട്, നിവിൻ ബിഗ് ബോസ് ചോദിക്കുന്നത് നിന്നോട് ഡിസിഷൻ എടുക്കാൻ പറഞ്ഞിട്ടാണ്, നീ തന്നെ പറയണം. ബിഗ് ബോസിന് എടുക്കാനാണെങ്കിൽ ബിഗ് ബോസ് എടുക്കുന്നു പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ കൃത്യമായിട്ട് എന്തായി, ആ സാധനം കേറി. അത് കൃത്യമായി നിവിൻ പറഞ്ഞതുകൊണ്ട് ആ ടാസ്കില് ഇവര് 3G ആയി. ഓക്കെ, പിന്നെ വന്നത് 4 വൈൽഡ് കാർഡും ഒരു മണ്ടൻ കാർഡുമാണ്. ആ മണ്ടൻ കാർഡാണ് ജിഷിൻ. മോൻ എനിക്ക് അതിലും കൂടുതൽ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ 4 വൈൽഡ് കാർഡ് ഒരു മണ്ടൻ കാർഡ്, അതാണ് ജിഷിൻ. അനീഷ് ചിലപ്പോ ചില സമയത്തൊക്കെ ബിഗ് ബോസിനെ വെല്ലുവിളിച്ചിട്ട് ബിഗ് ബോസ് പറയൂ, ബിഗ് ബോസ്, ബിഗ് ബോസ് പറയാതെ ഒന്നും ചെയ്യില്ല, ഇങ്ങനത്തെ പരിപാടിയാണ്. ഇവനും അതുപോലെ. ഇവന് ബിഗ് ബോസ് ഒരു 10 വട്ടവനോട് പറയണ ഒരു കാര്യം, എന്നാലേ ഓന് സംഗതി കത്തും. ഓനവിടെ ഇരുന്ന് ഇത് പറഞ്ഞുകൊണ്ടും റെനാ ഫാത്തിമേനെ ജിഷിൻ പറഞ്ഞല്ലോ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. റെനാ ഫാത്തിമേനേക്കാൾ ഇറിറ്റേറ്റിംഗ് ആണ് ഇപ്പൊ ആര്, ജിഷിന്റെ ശബ്ദവും ജിഷിന്റെ സംസാരവും ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ജിഷിന്റെ ഭാഗങ്ങൾ വരുമ്പോ തന്നെ എനിക്ക് ഇവരൊക്കെ ചിരിക്കുന്നുണ്ട് കോമഡി ആയിട്ട് കൊണ്ട് എനിക്ക് ചൊറിയാണ് വരുന്നത്. കോമഡി അത്ര ഫുള്ള് മണ്ടത്തരാണ് കാണിക്കുന്നത്. എന്തായാലും ഉള്ളത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പൊങ്കാല ഈ സീസൺ തുടങ്ങിയതിനു ശേഷം ഇത്രത്തോളം വന്നോനും പോയോനും നിന്നോനും അടിച്ചിട്ട് പോയ ഒരു തേപ്പുകല്ല് വേറെ ഇല്ല. മനസ്സിലായില്ലേ? ഈ അലക്കുകല്ല് പോലത്തെ അവസ്ഥയവനെ കുനിച്ച് നിർത്തി അടിച്ചോണ്ടിരിക്കുക വന്നവരും പോയവരൊക്കെ. ജിഷിനെ കൊട്ടിങ്ങോണ്ട് മനസ്സിലാവണില്ല. അതാണ് ഏറ്റവും രസം. ഈവൻ ഒപ്പുള്ള വൈൽഡ് കാർഡുകാര് വരെ പറഞ്ഞു ഞങ്ങൾ തോറ്റത് ഞങ്ങൾ സമ്മതിച്ചു, നമുക്ക് ഉളുപ്പുണ്ടോ എന്നുള്ളത്. അതുവരെ കേട്ടിട്ടും പിന്നെയും മെഴുകി എന്നിട്ട് ലാസ്റ്റ് എല്ലാരും കൂടി മറ്റേ വൈൽഡ് കാർഡിനെ കഴിച്ചപ്പോ ഇവനും ഒപ്പം നിന്ന് കൈയടിക്കുക. അല്ല സി അക്ബർ സാധനങ്ങൾ വലിച്ചെറിയുന്ന ഡിസ്റെസ്പെക്റ്റ് ആണ്, ഇല്ലാന്ന് പറയുന്നില്ല, ചെയ്തത് ഡിസ്റെസ്പെക്റ്റ് ആണ്. പക്ഷെ അത് ഇവൻ പറയേണ്ട പോലെ പറഞ്ഞാലല്ലേ ആളുകൾക്ക് മനസ്സിലാവൂ. ഇത് അതിന് വരെ ഇവൻ അവിടെ കിടന്ന് ഓവർ ഷോ കാണിച്ച് ഓവർ എന്തോ വലിയ സംഭവം കാണിച്ചു ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യൂ? അങ്ങനെ ഒരു ഞാൻ പറഞ്ഞല്ലോ 4 വൈൽഡ് കാർഡ് ഒരു മണ്ടൻ കാർഡുമായിട്ട് ഒരുത്തം വന്നിരിക്കുകയാണ്. അതിനിടയിൽ ബിന്നി ലോക കുരുട്ട് ബിന്നി അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ പോയിരിക്കുക. ഏത് അവിടെ നിന്ന് പറഞ്ഞു എന്ത്
ബസർ അടിച്ചിട്ട് ബസർ അടിക്കുമ്പോ വന്നാ മതി എന്ന് പറഞ്ഞപ്പോ എല്ലാരും ഉള്ളിക്ക് തന്നെ തിരിച്ചു പോയി. അതിലപ്പം തന്നെ അക്ബർ അത് പൊളിച്ചു കൊടുത്തു. ഇതിന്റെ ക്രെഡിറ്റ് അടിക്കാൻ നീ വന്നാല്. ബിന്നി ഇങ്ങനെയാണ്, ബിന്നി ബേസിക്കലി ഇങ്ങനെയാണ്. ബിന്നിനെ പലപ്പോഴായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ബിന്നി ബിഹൈൻഡ് ദ സീന് കളിക്കുന്ന ഒരു തരം ആളാണ്. പക്ഷെ അക്ബറിന് ഏഷ്യനില്ല, കാരണം അക്ബറിനെ പിടിച്ച് വെള്ളി അത്രേ ഉള്ളൂ. പിന്നെ അതിനുശേഷമാണ് തൊപ്പി ടാസ്ക് വന്നത്. ഞാൻ കണ്ടതിൽ ഈ സീസണിലെ ഏറ്റവും സെറ്റ് ടാസ്ക് ഇതാണ്. ഇത് ശരിക്കും ഒരു എൻഡ്യൂറൻസ് ടാസ്ക് ആണ്. കുറച്ചധികം സമയമെടുത്ത് ഫിസിക്കലി പോവാതെ ടീമാക്കി. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ പെർട്ടിക്കുലർ ടാസ്ക് വന്ന സമയത്ത് ഈ ടാസ്ക് ഇവർക്ക് കൊടുത്തപ്പോൾ ഓൾറെഡി ബിഗ് ബോസ് ഒരു ടീം ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ റൈവൽസിന് ഒപ്പിട്ടിട്ടാണ്, ഫ്രണ്ട്സ് ചിലത് ഒപ്പുണ്ട്, അങ്ങനെ മിക്സ് ആയിട്ട് ഈ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ബോസിന് ഒരു ടീം ജയിക്കണം എന്നുണ്ട് ഇതിൽ. അത് ഏതാന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും. അത് ആ ടീം ഇട്ടതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാനൊന്ന് അറിയട്ടെ. അനക്കും കമന്റ് ചെയ്യട്ടെ. ഈ വീഡിയോയിൽ എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്കറിയാം, ഒന്ന് ചിന്തിക്ക്. ഒരു ടീം ബിഗ് ബോസ് ടീം ഇടുമ്പോൾ ചില കാര്യങ്ങളിൽ ഇങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം എന്നോട് പറഞ്ഞു ടിക്കറ്റ് ഫിനാലിൽ ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ടാസ്കുകൾ വെച്ച പോലെ എനിക്ക് തോന്നിയത്. സെയിം എനിക്കിത് കണ്ടപ്പോൾ ഒരു ടീമിനെ, അതായത് ഒരു ടീമിന് ഇവർക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കണം. അപ്പം ഈ 3 ടാസ്കിൽ ഏതെങ്കിലും ഒരു 2 ടാസ്കും ജയിച്ച ആ ടീമിന്റെ ക്യാപ്റ്റന് 2 ഇമ്മ്യൂണിറ്റി കിട്ടി. അപ്പൊ അങ്ങനത്തെ ഒരു ഫോർമാറ്റ് ഇതിൽ ഇവര് ടീമിന് ഇട്ടിട്ടുണ്ട്. അതായത് ബിഗ് ബോസിന് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാളുടെ ടീമിന് ഇമ്മ്യൂണിറ്റി കൊടുക്കണം. ബിഗ് ബോസ് അതിന് വേണ്ടി ഒരു ടീം, ഒരു 7 ടീം 3 ആളെ വെച്ചിട്ടു. ഓക്കെ, അത് ഇവർക്ക് മനസ്സിലായിട്ടില്ല. 2, ഇത് ശരിക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ഇങ്ങനെ ഓരോ ടീമായിട്ട് കളിക്കേണ്ട ടാസ്ക് അല്ല. ഇത് ഫിസിക്കലി പോവാതെ ഈ ടാസ്ക് എങ്ങനെയാ കളിക്കുക? നമ്മൾ അടുത്ത ടീമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കും. മനസ്സിലായോ? ബിഗ് ബോസ് ആണല്ലോ ടീം ഉണ്ടാക്കിയേ. അപ്പൊ ഇതൊരു ടീം ഗെയിമാണ്. നമ്മൾ എന്ത് ചെയ്യും? ബാക്കി 2-3 ടീമിനെ കൺവിൻസ് ചെയ്ത് നമ്മൾ 1-2 ടീമിനെ ടാർഗറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് വരുന്ന 2 ടീമുകൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ എതിർത്ത് കളിക്കാം. ഇതാണ് ബേസിക്കലി ഈ ഗെയിമിന്റെ ഒരു ഫോർമാറ്റ്. ഈ കേറിയ കണ്ടസ്റ്റൻസിന് ഇവർക്ക് ഫിസിക്കലി കളിക്കാനേ അറിയൂ, അഗ്രഷൻ കാണിക്കാനേ അറിയൂ. ഇവരൊന്നും ചിന്തിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഗെയിം രേശമെങ്കിലും മനസ്സിലായത് പൊട്ടനായ ആര്യനാണ്. ഇത്തിരിയെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇന്ന് ആര്യന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഒരു പരിധി വരെ നമ്മളെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. നൂറേന്റെ ടീമിന് അവരും വലിയൊരു അഗ്രഷൻ ഒന്നും എടുക്കാൻ പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് പോയി കഴിഞ്ഞാൽ അവർ അറ്റാക്ക് ചെയ്യുന്നവരെ അതുകൊണ്ടാണ്. അല്ല, അത് മാത്രമല്ല, ഇതൊരു സംഗതി മനസ്സിലാക്കണ്ടേ, അതില്ല. പിന്നെ ക്യാപ്റ്റൻ ആണ് എന്ത് കൊടുക്കണ്ടേ ഇതില്? ക്യാപ്റ്റൻ ജയിച്ചു കഴിഞ്ഞാലാണ് പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ക്യാപ്റ്റൻ ആണ് പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ഇവര് ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കണം. അപ്പൊ എന്താണെങ്കിലും ഗെയിം തുടങ്ങി. ഇവർക്ക് ഗെയിമിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഫിസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയാനും കുത്താനും മാന്താനും പിച്ചാനും കളിക്കാനും. നിവിൻ ഒരു സ്ഥലത്ത് ആദ്യം പോയി ഒളിച്ചു. ഇതിനൊന്നുമില്ല, എനിക്ക് വേറെ സ്ട്രാറ്റജി ആണെന്നുണ്ട്. ഒളിച്ച് ഗിസേലിന്റെ അടുത്തേക്ക് പോയതേ ഓർമ്മയുള്ളൂ. ഗിസേൽ കുടഞ്ഞെറിഞ്ഞു, ഗിസേൽ ഓടി. മസ്താനി ആരും നൈസായിട്ട് ഓടി രക്ഷപ്പെട്ടു. അവിടുന്ന് ഓടിയിട്ട് എപ്പോഴും നമുക്ക് സേഫ് ആയിട്ട് പോയി നിൽക്കാൻ പറ്റുന്ന സ്ഥലം ഈ ഫുഡ് കഴിക്കുന്ന റൗണ്ട് ടേബിളാണ്. കാരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാപ്പ് കിട്ടും, വരുന്ന ആൾക്കാരെ ഡിച്ച് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ അവർ അങ്ങോട്ട് ഓടി. ആദ്യം തന്നെ ഈ രേണു സുധീനെയും പിടിച്ചിട്ട് അക്ബർ അവിടെ ഇരുന്നു. എല്ലാരും കൂടി രേണുവിന്റെ തലയിലും അനീഷിന്റെ തലയ്ക്ക് വേണം ഓടി കയറിയത്. ആദ്യം അനീഷ് ആണെന്നുണ്ടെങ്കിൽ അത് തലേന്നെടുത്ത് കടിച്ചു പിടിച്ച് നെഞ്ചത്തും പിടിച്ചൊരു കിടത്തം. ഒരു കാര്യം പറയാലോ, അപ്പാനിയും സാബുമാനും ഒരു രീതിയിലും അത് പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല. വേദലക്ഷ്മി ആണെങ്കിലും ആര്യനാണെങ്കിലും ജിഷിനാണെങ്കിലും ഷാനവാസ് ആണെങ്കിലും ഫ്രീ ആയിട്ട് തുറന്നിട്ട് കൊടുത്തതാണ് ആരവര്? അനീഷിനെ അവർ ഇട്ട് കൊടുത്തതാ രണ്ടുപേരും. ലാസ്റ്റ് ഇവര് പോയിട്ട് അനീഷിനോട് ഡയലോഗ് അടിക്കുന്നത് കണ്ടു, നീ മര്യാദയ്ക്ക് കളിക്കാണ്ടാണ്. അവര് മര്യാദയ്ക്ക് കളിക്കാണ്ടാണ്. അവര് പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല. അവരെ ഒട്ടും പ്രൊട്ടക്ട് ചെയ്യാത്തോണ്ടാണ് അനീഷ് എന്ത് ചെയ്തത്? ജിഷിനെ കടിച്ചു, ഷാനവാസിനെ കടിച്ചു, വന്നവരും പോയവരൊക്കെ ഇരുന്ന് കടിക്കുന്നുണ്ട്. അനീഷ് പിന്നെ ഈ ഗെയിം മനസ്സിലായിട്ടുമില്ല. അനീഷിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ പ്രൊട്ടക്ട് ചെയ്യണ വലിയ ഐഡിയ ഒന്നും. ആള് തലേന്ന് തൊപ്പി എടുത്ത് വെച്ച്. അതുകൊണ്ടാണ് ബിഗ് ബോസ് ആദ്യം പറഞ്ഞാ തൊപ്പി വെക്കണം എന്നാ. ഇത് തൊപ്പിന്റെ ഒരു കീറിയ പീസ് വെച്ചപ്പോഴത്തേക്ക് ബിഗ് ബോസിന് മനസ്സിലായി അനീഷിനെ ഈ ടാസ്കിൽ നിർത്തി അനീഷ് ഈ ടാസ്ക് കോളാക്കും. അതുകൊണ്ട് അനീഷിനെ ആദ്യം ബിഗ് ബോസ് തട്ടി. അല്ലാതെ ബിഗ് ബോസ് ഒരിക്കലും ഒരു തൊപ്പിനെ പീസ് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പുറത്താവും പറഞ്ഞിട്ടില്ല. തൊപ്പി ഫുള്ളായിട്ട് വെച്ചാലേ പുറത്താവും പറഞ്ഞിട്ടുള്ളൂ. അത് അനീഷിനെ സഹിക്കാൻ ബിഗ് ബോസിന് പറ്റാത്തോണ്ടാണ് അനീഷ് ആദ്യം പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് അയാൾ അങ്ങനെ ചെയ്തു. അയാൾ അങ്ങനെ കിടന്നുകൊണ്ടാണ് അയാൾക്ക് പറ്റിയ കിടക്കേണ്ട കാര്യമില്ല. ഇപ്പൊ അക്ബർ ആണെങ്കിലും ഇങ്ങനെ രേണുസുധീനെ പിടിച്ചോണ്ടാണ് ഈ ടാസ്ക് അങ്ങനെ കളിക്കേണ്ട ടാസ്ക് അല്ല. അപ്പൊ പിന്നെ ഇവരിങ്ങനെ പിടിച്ചോണ്ട് പറ്റിപ്പോയതിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൊന്നുമില്ല. അങ്ങനെ
ഈ ടാസ്ക് എന്തായി? അപ്പോഴാണ് രേണുസുതിന്റെ രേണുസുതി തലകറങ്ങി വീണതിന് ശേഷം അപ്പോഴാണ് നമ്മുടെ മെയിൻ ആള് വന്നത്. അനീഷ് ഇന്ന് ലൈവ് കണ്ടവർക്ക് അറിയാട്ടോ ഈ സീന്. അനീഷിന് അത്യാവശ്യം വയ്യ. പക്ഷെ ബിഗ് ബോസ് എന്താ ചെയ്തറിയോ? രേണുസുതിനെ കൊണ്ടുപോയി, അത് കഴിഞ്ഞിട്ട് ഷാനവാസിനെ കൊണ്ടുപോയി, എന്നിട്ടാണ് ഇത്രയും വയ്യാതെ കിടന്ന അനീഷിനെ പിടിച്ച് ഉള്ളിൽ കയറ്റുന്നത്. ഓക്കെ, അപ്പൊ ബിഗ് ബോസ് കുറെ കണ്ടാണ് അനീഷിനെ വിളിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ അനീഷ് വന്നു. അനീഷ് അവിടെ ഇരിക്കുമ്പോ തന്നെ നമുക്കറിയാം സോഫയിൽ ബാക്കി ഇരുന്നതിൽ പലരും ചിരിക്കുന്നുണ്ട്. വേദലക്ഷ്മി പറയുന്നുണ്ട് ഇത് ഇവന്റെ ട്രിക്കാണോ, ഇവന്റെ അടവാണോ, തോറ്റുപോയപ്പോ ഇത് കവർ ചെയ്യണവന്റെ അടവാണോ എന്ന് വേദലക്ഷ്മി വരെ ചോദിച്ചും ചെയ്തു. അതിനകത്ത് ബാക്കിയുള്ളവർക്കൊക്കെ കുറെ ആൾക്കാർ അതിൽ വന്നു പോയവര് ചിരിച്ചിട്ടും ഇത് അടവാണോ ചോദിച്ചിട്ടൊക്കെ പോകുന്നവരുണ്ട്. അങ്ങനെ ഒരു അതിലത് ചോദിച്ചിട്ടില്ല. അതിലെ വേദലക്ഷ്മിയോട് മാറിപ്പോകാനാ പറഞ്ഞു, അതായത് കുറച്ച് സ്പേസ് കൊടുക്കാനോ വീണ് നടക്കുന്ന ഒരാൾക്ക്. അപ്പൊ അങ്ങനെ കുറെ ഐറ്റങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. ഇത് ലൈവില് കമ്മിങ് ടു ദ എപ്പിസോഡ് ആര്യൻ ജിഷിന്റെ ഒപ്പം ഇരുന്നിട്ട് മറ്റേ ഇത് പറയുന്നുണ്ട്. അപ്പാനിയും കൂടി, അപ്പാനി പിന്നെ നീച്ചു പോയി, രേണുസുതിന്റെ കാര്യമുണ്ട്. ഞാനൊന്ന് പോയി പിടിച്ചിരുന്നെങ്കിൽ, തള്ളിയിരുന്നെങ്കിൽ, ബാക്കിയുള്ളവരൊക്കെ അടുത്ത് ഞാൻ പോകുമ്പോ എല്ലാവരും ഫിസിക്കൽ ഒഴിവാക്കിയായിരുന്നു. ഇവനുള്ളത് കൊണ്ടുണ്ടല്ലോ ഞാൻ സത്യം പറഞ്ഞ ആര്യനെ പുറത്താക്കരുത് എന്നാണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത്. കാരണം ഇവളുള്ളത് കോമഡി ഷോ പോലെ ഈ സാധനം കാണാൻ പറ്റുന്നത്. ചിരിപ്പിച്ച് കൊല്ലു, ഡയലോഗും ഒക്കെ ഒരു കോമഡി. ഇപ്പൊ മനസ്സിലായി എന്നാലും ആലേട്ടനോട് പറഞ്ഞത് ഇവന്റെ പൊട്ടത്തരാണ്, ഇവന് അതിന് മാത്രം ബുദ്ധിയില്ലെന്ന് മനസ്സിലായി. വെറും കോമഡി പീസാട്ടോ ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്. ടാസ്ക് കളിക്കുന്നുണ്ട് പക്ഷെ കോമഡി അല്ല, അങ്ങനത്തെ സാധനം സംസാരിക്കാൻ എന്താ അറിയില്ല. അതാണ് ഒരു ഓഡിറ്റും ഇല്ല സംസാരിക്കുന്നത്. ഇവൻ അവിടെ ഇരുന്നിട്ട് വീണ്ടും ഞാനെങ്ങാണ്ട് രേണുസുതിനെ പിടിച്ചിരുന്നെങ്കിൽ സുധിച്ചേട്ടന്റെ ഒപ്പം രേണു അവിടെ പോയിന്നു. കാരണം അവരിപ്പൊ പിടിച്ചപ്പോഴേ ഇങ്ങനെ വീണു. ഇത് ഫണ്ണി ആയിട്ടാണ് ആദ്യം പറഞ്ഞത്. ജിഷിനടക്കം ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരുന്ന് ചിരിച്ച് അങ്ങനെ അങ്ങനെ പോയി. അക്ബറിന്റെ അടുത്ത് പോയി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ, അക്ബർ ഒന്നും കൂടി ചിന്തിച്ചു പോകുന്നൊരു ഗെയിമറാണ്. കണ്ടന്റ് എവിടെയുള്ളതിനെ പിടിക്കാൻ കൃത്യമായിട്ട് അക്ബറിന് അറിയാം, അത് എക്സിക്യൂട്ട് ചെയ്യാൻ അക്ബറിന് കൃത്യമായിട്ട് അറിയാം. അതിനൊരു കൗണ്ടർ വരാത്ത രീതിയിൽ അക്ബറിന് അത് മോൾഡ് ചെയ്യാൻ അറിയാം. അക്ബർ വളരെ കൃത്യമായിട്ട് അക്ബർ അവിടെ പിച്ച് ചെയ്തു. എന്ത് അത് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. നമുക്കിത് രണ്ട് രീതിക്ക് എടുക്കാം. പറയാൻ പാടില്ലാത്ത കാര്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓബിയസ്ലി ഇപ്പൊ എന്താ പറയാ, അവരുടെ ഭർത്താവ് മരിച്ച് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഇങ്ങനെ വേറെ ഉണ്ട്. ഇപ്പൊ നമ്മള് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ചത്തു പോകുന്ന പറഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല. മറ്റേ രീതിയിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ പറയട്ടെ, എനിക്കതൊരു ഫണ്ണി ആസ്പെക്ട് തോന്നി ഒന്ന്. പക്ഷെ അതിലെന്തെങ്കിലും ഇപ്പൊ ഈ അക്ബർ പറഞ്ഞ പോലെ വിഷയം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞെ, ഇപ്പൊ ഞാൻ നിന്നെ നീ ചത്തു പോകുന്ന പറഞ്ഞാൽ അതൊരു നോർമൽ സാധനമാണ്. മറ്റേ രീതിയിൽ പറയുമ്പോ നീ അങ്ങോട്ട് പോകും, മറ്റേ അടുത്തേക്ക് പോകും, പറയാനും അറിയില്ല. ഒരു കാര്യം പറയാറിയതുകൊണ്ട് സംഗതി അക്ബർ കയറി പിടിച്ചു. പിന്നെ ഇതിലിപ്പോ രേണുസുതിനെ ഡിഫെൻഡ് ചെയ്യാൻ എനിക്കോ അണക്കോ ആർക്കും പറ്റില്ല. കാരണം നമ്മളൊക്കെ രേണുസുതിക്കെതിരെ ഇഷ്ടംപോലെ കണ്ടന്റ് ചെയ്തിട്ട് അവരെ ആരാധിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ സുധിച്ചേട്ടന്റെ കാര്യം പറഞ്ഞ് നമ്മൾ അവരെ കളിയാക്കിയിട്ടുണ്ട്. ഞാൻ അതിനൊരിക്കലും എന്തല്ല, ഞാനത് പറയാനൊരു കറക്റ്റ് വ്യക്തിയാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം നമ്മൾ തന്നെ ഈ വീഡിയോയിൽ ഇരുന്നിട്ട് സുധിച്ചേട്ടൻ്റെയും അവരുടെയും കണ്ടന്റ് ആണ് അല്ലെങ്കിൽ മറ്റേന്ന് പറഞ്ഞ് കളിയാക്കിയത് കൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അക്ബർ പറഞ്ഞ കാര്യത്തിന്റെ മുകളിൽ ഓക്കെ ആണെന്ന് വെച്ചാൽ 50% ഒരു ഓക്കെയാണ്, ഒരു 50% അത് ആര്യന്റെ എന്താണ് തമാശയായിട്ട് എടുക്കാൻ പറ്റും. ബാക്കിയെല്ലാം തമാശയുള്ളൂ. പിന്നെ എല്ലാരും തമാശയായിട്ട് എടുത്തു. അക്ബർ അതൊരു പിന്നെ പറയണ്ടല്ലോ, അപ്പാനി നീ പറഞ്ഞു മനസ്സിലാക്കും, അപ്പാനി നീ പറഞ്ഞു മനസ്സിലാക്കും. അപ്പാനിക്ക് വേറെ എപ്പോഴാ പൊളിഞ്ഞറിയോ? അപ്പാനിക്ക് പൊളിഞ്ഞത് ഈ അനീഷ് വയ്യാതെ നടന്നപ്പോ ഇവരാണല്ലോ തൊപ്പീന്റെ ബാക്കി പറിച്ചേ. ഇവരിതിന്റെ കഷ്ണം അപ്പാനി അവിടെ കൊണ്ടുപോയി വെച്ചോണ്ട് അപ്പാനി രണ്ടാമത്തത് എടുത്തു. ആര്യന്റെയും ബാക്കി ടീമിന്റെ വാക്ക് കേട്ടിട്ട് ആ കഷ്ണം എടുത്ത് പോക്കറ്റിലിട്ടു. കാരണം ബിഗ് ബോസ് പറഞ്ഞത് ഫുള്ള് തൊപ്പി വെക്കാനാ. നീ എന്തിനാ അത് വെക്കണേ, നീ എന്തിനാ അവന്റെ വാക്ക് കേട്ടത് വെക്കണേ, അക്ബറിന്റെ വാക്ക് കേട്ട് നീ അത് വെക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ പോകുമ്പോ എടുത്തു. ആ ടൈമിൽ ലൈവ് കണ്ടവർക്കറിയാം സോഫേന്റെ അവിടുന്ന് അപ്പാനിയും അക്ബറും തമ്മിൽ ഒന്ന് ക്ലാഷ് ആയിട്ടുണ്ട്, ഒന്ന് ഒരസിയിട്ടുണ്ട്. അതാണ് ഒന്ന് ഒരസിയിട്ടുണ്ട്. ആ ഒരസലിന്റെ ബാക്കിയാണ് എന്ത് ആര്യൻ ഇത് പറഞ്ഞപ്പോ ആര്യനെ എന്ത് സപ്പോർട്ട് ചെയ്തു. പക്ഷെ അപ്പാനി സപ്പോർട്ട് ചെയ്താൽ പറ്റൂ, അപ്പാനി അപ്പുറത്തിലും ചിരിച്ചിട്ടുണ്ട് കേട്ടിട്ട്. അപ്പൊ പിന്നെ അപ്പാനിക്ക് പറയാൻ പറ്റില്ല. സത്യത്തിൽ അപ്പാനി പെട്ടു. ചെകുത്താന്റെയും കടലിന്റെയും നടുവിൽ പെട്ട പോലെയാണ് ഈ വിഷയത്തിൽ ആര് പെട്ടത്, അപ്പാനി പെട്ടത്. എന്നിട്ടാണ് അതും അതിലേറെ കോമഡി. ആ കിടക്കണ രേണുസുതി എവിടുന്നോ ഇതൊരു അശരീരി പോലെ അവര് കേട്ടിട്ടുണ്ട്. അവരടുത്ത് പോയി നിന്നിട്ട് നാണ് റേണു ചേച്ചി ആട് നാം പറഞ്ഞിട്ട് നാന് മറ്റേ സുച്ചേട്ടന്റെ അടുത്ത് രേണു ചേച്ചി ചത്തുപോയിന്നു പറഞ്ഞു. അല്ലെങ്കിലേ മോളിൽ നോക്കിട്ട് എടാ പൊലം കെട്ടവനെ ഞാൻ അല്ലെങ്കിലേ ചത്ത് കിടക്കുക, എന്തിനാടാ ഇങ്ങനെ കൊന്നിയോ.
അതെ ഞാൻ ശരിക്കും പിടിച്ചിട്ടുണ്ടെങ്കിൽ രേണുചേച്ചി ചത്തുപോയിരുന്നു. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ശരിക്കും ചത്തുപോയിട്ടില്ല, പക്ഷെ ഞാൻ ചത്തുപോകുന്നല്ലേ പറയാൻ വന്നത്. ചട്ടുപോയി രേണുസുതി ആലോചിക്കുക. ഇന്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കണേ. ഞാനിവിടെ രേണുസുതി എവിടുന്നോന്ന് വളരെ ഫീബിളായിട്ട് പറയുന്നത് കേട്ടോ. അണ്ണാക്കും കയറി ഇരുന്നിട്ട് ഞാനങ്ങനെ പിടിച്ചത് രേണുചേച്ചി ചത്തുപോയി. അല്ലെങ്കിൽ എന്റെ ജീവല്ല കിടക്കോ കുറച്ചിട്ട് പിന്നെയും ചത്തു കാര്യം മാത്രമേ ഉള്ളൂ. സത്യം രേണു ഒരു കോമഡി ചിരിച്ച ആകെ മനുഷ്യ ഒരു വഴിക്കായിട്ടുണ്ട് കേട്ടോ അത് കണ്ടിട്ട്. അപ്പൊ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം പിന്നെ കണ്ടിട്ട് ഭയങ്കര കോമഡി സാധനമാണ്. റിപ്പീറ്റ് വാല്യൂ ഉള്ള സാധനമാണ്. അത് ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ള സാധനം. അയ്യോ അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാനവാസ് കടി കിട്ടിയ കാര്യം വീണ്ടും പോയിട്ട് അവിടെ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ജയിലിന്റെ പരിപാടി. ജയിലില് വീണ്ടും അനുമോളെ ഫ്രൈ ചെയ്യുന്നുണ്ട്. ജിസയില് ഇട്ട് വരട്ടുന്നുണ്ട് അനുമോളെ ആകെ കരയുന്നുണ്ട്. ഇട്ട് കൊടുക്കാണ് ജിസയിൽ ഇട്ട് കൊടുക്കാണ്. പിന്നെ വേറെ കാര്യമുണ്ട്. ശൈത്യ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഈ അനുമോള് നമ്മളെയൊക്കെ ശരിക്കും മണ്ടന്മാരാക്കുകയായിരുന്നു. ഇവള് നമ്മളോടല്ല ഇതൊക്കെ സംസാരിക്കുന്നത്, നമ്മളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇവള് നമ്മളെ യൂസ് ചെയ്തത് എന്നുള്ളൊരു ഐറ്റം ആരടിച്ചിട്ടുണ്ടായിരുന്നു? ശൈത്യ അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൾക്കാരും തോന്നിയിട്ടുണ്ടോ? ആണല്ലോ, ഒരു ഗെയിമല്ലേ. നമ്മൾ എന്തെങ്കിലും പറയണത് അവരോടല്ലോ പറഞ്ഞത്, ആൾക്കാർ കേൾക്കാൻ വേണ്ടിട്ടാണല്ലോ. എന്താണെങ്കിലും അങ്ങനെ ഒരു ഐറ്റം അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ആദില്, അത് അനുമോളെ മാത്രമല്ല പറഞ്ഞത്, എല്ലാവരും ആദിലും ശൈത്യം കൂടി ഇരുന്നിട്ട് ഈ അനുമോളുടെ ഗെയിമും അനുമോളെ പിന്നാലെ. ഈ സത്യത്തിൽ ഈ ശൈത്യക്ക് ഇത് പറയാൻ ഒരു അർഹതയില്ല. കാരണം ഇവള് മൂട്ടിയാണ് ഈ അനുമോൾ എന്തായത് ഈ രീതിക്ക് ഇവിടെ വെടക്കായിട്ടുള്ളത്. ഇവളാ മൂട്ടലാണത്. ഇവളെ മൂട്ടൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ആദിലേന്റെ വക വേറെ മൂട്ടല് വേറെയും തുടങ്ങി. ആദില് നല്ല രീതിയിൽ ഇപ്പൊ ഡ്രസ്സിന്റെ കേസിലൊക്കെ ആദിലാണ് ആദ്യം മറ്റത് വെച്ചു കൊടുത്തത്, പിന്നെ ആദിലെ സ്കൂട്ടായി. ആദില് നല്ല രീതിയിൽ ഈ സാധനം മൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ മൂട്ടി വിട്ട രണ്ടെണ്ണം കൂടി എന്തായിട്ടുണ്ട്, ഗ്യാങ്ങായി. എന്താ അവര് പറഞ്ഞു, അനുമോളുടെ എല്ലാതും കണ്ടന്റ് ആണ്, ശ്വസിക്കുന്ന വായു വെച്ചത് എല്ലാം കണ്ടാണ്. അല്ലാതെ ഓളന്നെയല്ലോ പറഞ്ഞേ, അത് അനുമോളന്നെയല്ലോ പറഞ്ഞു. എന്നെ കാശ് നിന്നോട് ഏഷ്യാനെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടന്റ് കൊടുക്കണം ആരോടാ പറഞ്ഞു? ആദിലേനോട് അനുമോളാ പാവ കണ്ടന്റ് ആണ് ഒക്കെ ആണ്. അതൊക്കെ ഇവർക്ക് അറിയാപ്പോ. നമ്മള് പുറത്തുനിന്ന് ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും ശൈത്യ അടക്കം ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവളെ കാര്യം. ഞാൻ പറയുമ്പോ ഈ ഒരു കോൺവെർസേഷൻ ശരിക്ക് അനുമോക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ കാണിച്ചു കൊടുക്കണം. കാരണം ഇത് കണ്ടു കഴിഞ്ഞാലെങ്കിൽ ഒരു വട്ടം ശൈത്യനെ കണ്ടിട്ട് ഇവക്ക് മനസ്സിലാവണില്ല, ഇതും കൂടി ഒന്ന് ആര് കാണണം? അനുമോള് കാണണം. ഇന്നാ അനുമോള് കഴുത്ത് തൂക്കി നടക്കുന്ന പാവല്ലേ, അതിനേക്കാൾ വലിയ പാവയാണ് ബിഗ് ബോസിനകത്ത് അനുമോള്. ബാക്കിയുള്ളവരെ പാവ, ബാക്കിയുള്ളവർ സ്ക്രൂ കയറ്റി കൊടുക്കുമ്പോ കണ്ട് പോയിട്ട് എന്ത് ചെയ്യും? ഈ പാവയാണ് ആര്? അനുമോൾക്ക് അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും. അല്ല, അനുമോൾക്ക് കാണിച്ചു കൊടുക്കണം. കാരണം അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞ കാണിച്ചു കൊടുക്കണം എന്ന് പറയാൻ കാരണം, ഇൻ കേസ് ഇവരോട് നിൽക്കുകയാണെങ്കിൽ അടുത്ത കണ്ടന്റ് കിട്ടില്ല നമുക്ക് സംസാരിക്കാൻ. കൊടുക്കട്ടെ സ്നേഹം, കണ്ടന്റ് എങ്ങനെയും കിട്ടട്ടെ. അനുമോൾക്ക് ബുദ്ധി ഉണ്ട് ആ സമയത്ത്. അനുമോള് ശൈത്യം ഇല്ലെങ്കിൽ അടുത്ത ആള് പിടിച്ച് അടുത്ത കണ്ടന്റ് ഉണ്ടാക്കും. അല്ലെങ്കിൽ അവർക്ക് വേറെ ആളൊന്നും വേണമെന്നില്ല കണ്ടന്റ് ഉണ്ടാക്കാൻ. ഈ ആഴ്ച ഞാൻ വേറെ ഡൗട്ട് ചെയ്യട്ടെ. ഇന്നലെ ഞാനിത് പറഞ്ഞില്ല വീഡിയോനകത്ത്, നമ്മളെ ഷാനവാസിനും റെനയ്ക്കും ലാലേട്ടനെ കാണാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞു. ലാലേട്ടനും ഇവരെ കാണാലോ, ഇവർക്ക് ലാലേട്ടനെ കാണാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ. കണ്ണ് കെട്ടിയിരുന്ന ഇരിക്കുകയാണെങ്കിലോ കാണാൻ പറ്റില്ല, കേക്കാലോ. അപ്പൊ ആര് മണ്ടനാവും? അപ്പൊ ആര് മണ്ടന്മാരോടെ? മസ്താനും ടീമും മണ്ടന്മാരായി ആയേ. അവർക്ക് ഒരു എപ്പിസോഡിൽ കണ്ണും കെട്ടിയിരിക്കണോ, ഷാനവാസ് ഒരു സൈഡിൽ കണ്ണും കെട്ടിയിരിക്കണോ, മറ്റേ റൈന ഫാത്തിമ കണ്ണും കെട്ടിയിരിക്കണോ. ഇവരെ വിചാരം എന്താ? ഇവരൊന്നും പറയാൻ പറ്റാതെ എങ്ങാനും അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് ഈ പറഞ്ഞ എപ്പിസോഡിൽ വന്ന വയൽക്കാട് ഇങ്ങനെ മൂഞ്ചിങ്ങനെ കാണണ്ടല്ലോ. ലാലെന്നെ കാണേണ്ട ആവശ്യമില്ല, കേട്ടാ മതി, കേട്ടാൽ മതി. ആ കണ്ണിലുള്ള പാഡ് ഇട്ടാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ സാധനം ഫുള്ള് മൂഞ്ചി ട്വിസ്റ്റ് എന്റെ പണിയായിട്ടായിരിക്കും ആരൊക്കെ ഐറ്റം വന്ന. കാരണം ഞാൻ തന്നെ ചിന്തിക്കാ, കാണാൻ പാടില്ല. ലാലേട്ടന് കാണാം, ലാലേട്ടൻ കണ്ടിട്ടില്ല, ലാലേട്ടൻ അവരെ കാണാം. അവർക്ക് ലാലേട്ടനെ കാണാൻ സിമ്പിൾ. ഇത്ര ഞാൻ ആദ്യത്തെ ഇവര് രണ്ടുപേരും വേറെ എവിടെയെങ്കിലും കൊണ്ടാക്കുണ്ടാവും. ആ സീറ്റിലിരിക്കാൻ പറ്റില്ലല്ലോ, സീറ്റിലിരുന്നാലേ അവര് മോഹൻലാൽ കെട്ടിയിരുത്തിയപ്പോ ഒരു സാധനം സെറ്റില്ലേ. കണ്ണ് കെട്ടിയിരുത്തിയ ഒന്നും അറിയേണ്ട കാര്യമില്ലല്ലോ.
അതെ 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 അത് നല്ല അടിപൊളിയാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഞെട്ടും. അതെ വൈൽഡ് കാർഡ് 4 വൈൽഡ് കാർഡ് പിന്നൊന്ന് മറ്റേ കാർഡ് ഒന്ന് മണ്ടങ്കാട്. തേഞ്ഞൊട്ടാനുള്ള സകല സ്ഥലത്തും തേഞ്ഞൊട്ടുണ്ട്. ഒരു സ്ഥലത്തും പറഞ്ഞു പിടിച്ചിക്കാൻ പറ്റണില്ല. എല്ലായിടത്തും തേഞ്ഞൊട്ടുണ്ട് പോയിട്ട് എല്ലാം കിട്ടുന്നുണ്ട്. അല്ല ഫുള്ള് മാസമായിട്ട് ഫുള്ള് ഡയലോഗ് അടിക്കും. പക്ഷെ തിരിച്ചും തേച്ച് ചോദിച്ചാ ഒരക്ഷരം വിട്ടില്ല. ഇറിറ്റേറ്റിംഗ്. ആ വീട്ടില് 3 നോയ്സ് ആണ് ഇറിറ്റേറ്റിംഗ്. റെന, മസ്താനി, ജിഷിൻ 3 പേരുടെ വോയിസ് അൺബെയറബിൾ ആണ്. വയസ്സ് കുറ്റം പറയാൻ പാടില്ല. പക്ഷെ എന്നാലും നമുക്കത് കേൾക്കണ അല്ല വോയിസ് കുറ്റല്ല പറയണേ. കേൾക്കുന്ന നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് പറയാൻ പറ്റും. ഇറ്റ്സ് അൺബെയറബിൾ. ഇപ്പൊ റെനേന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടന്റ് ചെയ്യാനും വീഡിയോ റെനേനെ എനിക്ക് ആദ്യം ഇഷ്ടമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. കേറിയിട്ടുണ്ട്. റെന അടിപൊളി. എനിക്ക് ഇന്നലെ മസ്താനിനെ കുറിച്ച് പറഞ്ഞു ഭയങ്കരമായിട്ട് സൂപ്പറായിട്ട് ഇഷ്ടം. കാരണം ഫാമിലിനെ തൊട്ട് കളിക്കുന്നത് എല്ലാ വേൾഡ് കാർഡില്ല. മസ്താനിയും ജിഷിനുമാണ് ഏറ്റവും കൂടുതൽ ഫാമിലിനെ തൊട്ട് കളിച്ചത്. അത് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അതിന് റെന തിരിച്ച് നല്ലോണം പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റെന നന്നായിട്ട് കളിച്ചിരുന്നു. നല്ലോണം ഡയലോഗ് അടിക്കുന്നു. ഇന്നും കുറെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത്, ഗെയിമിന്റെ സമയത്തൊക്കെ. അപ്പൊ ഓക്കെ ഗൈസ് അല്ലേ, എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡും അതിന് വേറെ സംഭവം ഉണ്ട്. അക്ബറും അപ്പാനിയും കൂടി നമ്മളിങ്ങനെ റിവ്യൂ പറയുന്നത് അവരവിടെ ഇരുന്ന് പറഞ്ഞു. അല്ല അക്ബറും അപ്പാനി പറയണ്ട, അപ്പാനി നീ പുറത്ത് നല്ല നീ സൂപ്പർ ഗെയിമറാ, അപ്പാനി അപ്പുറത്ത് നീ സൂപ്പർ ഗെയിമറാ. സീസണിലും നമ്മൾ അസസ് ചെയ്യും. കഴിഞ്ഞാൽ ഞാനും അബിയ പുറത്ത് സ്മോക്കിന്റെ അപ്പുറത്ത് കസാല ഇട്ടിട്ട് ഇതന്നെ ഇത് പരിപാടി. രാവിലെ 2 ഗെയിം എങ്ങനെ ഇതന്നെ ഇത് പരിപാടി. പുറത്ത് വരാത്തോണ്ട് ഞങ്ങള് ചീഞ്ഞില്ല. നല്ല ഗെയിം ആയിരുന്നു കേട്ടോ. അതെ അവിടെ ഞങ്ങള് ചീഞ്ഞില്ല. ചീഞ്ഞു പോയി. അത്ര ഉണ്ടാവില്ലല്ലോ, മാറ്റൊന്നും ഇല്ല. അത് പറഞ്ഞ പുറത്തു കൂടി കാണിച്ചാൽ കുടുങ്ങിയിരുന്നു. അതുകൂടി കാണിച്ചത് കഴിഞ്ഞിരുന്നു. അപ്പൊ ഓക്കെ ഗൈസ്, ഞങ്ങൾ വിട പറയുകയാണ് ഇന്നത്തേക്ക്. നാളെ വീണ്ടും പാക്കില്ല. ബൈ.